2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2 മലയാളികൾക്ക് അർജുന പുരസ്കാരം. അത്ലറ്റിക്സ് താരം മുഹമ്മദ് അജ്മൽവി, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവർക്കാണ് അർജുന പുരസ്കാരങ്ങൾ. 3 പേർക്ക് ദ്രോണാചാര്യ പുരസ്കാരവും പ്രഖ്യാപിച്ചു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, 2 മലയാളി തിളക്കമാണ് അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. മറ്റ് പുരസ്കാരങ്ങൾ എങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും മലയാളത്തിന് അഭിമാനമായി 2 പുരസ്കാരങ്ങൾ, അർജുന അവാർഡ് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിന് സ്വന്തമായ 2 അവാർഡുകൾ കൂടി ഇപ്പോൾ കായിക യുവജനക്ഷേമ മന്ത്രാലയം പ്രഖ്യാപിച്ച അവാർഡുകളിലുണ്ട്. 4x400 റിലേയിൽ 2 വർഷം മുമ്പ് വരെ ലോക റാങ്കിൽ 25ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയുടെ സ്ഥാനം തന്നെ ആകെ അട്ടിമറിക്കുന്നതായിരുന്നു പാലക്കാട് സ്വദേശിയായിട്ടുള്ള അജ്മലിന്റെ പോരാട്ടം. അങ്ങനെ അത് 4x400 റിലേയിലാണ് ഇത്തരത്തിലേക്ക് സ്വർണമടക്കം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ താരങ്ങളുടെ പോക്കുവരവുള്ള ടീമിൽ കഴിഞ്ഞ 2 വർഷമായി സ്ഥാനം നിലനിർത്തുന്നതെന്നാണ് അജ്മലിന്റെ മികവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സംസ്ഥാന സർക്കാർ അജ്മലിനെ അതിവേഗ കുതിപ്പിന്റെ ആക്സിലേറ്റർ നടക്കം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ ചെറുപുഴ സ്വദേശിയായിട്ടുള്ള ട്രീസ ജോളിക്കും അർജുന അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടിയ ആളാണ് ട്രീസ ജോലി. ഈ സംസ്ഥാന സർക്കാർ ജോലി നൽകിയാണ് ട്രീസ ജോലിയെ ആദരിച്ചത്. സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച ജോലി നൽകാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അടക്കം തീരുമാനിച്ചിരുന്നു. ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ടീം ഇനത്തിൽ വെള്ളിയുമാണ് താരം നേടിയത്. മറ്റ് പുരസ്കാരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ദ്രോണാചാര്യ അവാർഡ് അടക്കം ലഭിച്ചിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. മൊത്തം 17 പേർക്കാണ് അർജുന പുരസ്കാരങ്ങൾ ലഭിച്ചത്. 3 പേർക്ക് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു. 2025 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഈ ട്രീസ ജോളി കണ്ണൂർ ചെറുപുഴ സ്വദേശിയായിട്ടുള്ള ഈ ട്രീസ ജോളിക്ക് അർജുന അവാർഡ് ലഭിച്ചപ്പോൾ അതേ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ദിവ്യ ദേശ്മുഖിനും അർജുന അവാർഡുകൾ ലഭിച്ചതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേട്ടമാണ്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.